എൻ്റെ പേര് ജമീല, കേരള യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറായിരുന്നു. ഈ ട്രൂ കോപ്പിയുടെ കണ്ടൻറ് എന്താണ്? ലൈക്ക് യു സെഡ് ഇറ്റ്സ് നോട്ട് ന്യൂസ്, ഇറ്റ് ഇസ് സംതിങ് ഡിഫറെൻറ്റ്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് എന്താണെന്ന് അറിഞ്ഞാൽ കൊള്ളാവുന്നതുകൊണ്ട്. ദാറ്റ് ഇസ് വൺ ക്വസ്റ്റ്യൻ. ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇസ്, ഇപ്പം നമ്മൾ ടി വി തുറന്നു കഴിഞ്ഞാൽ എപ്പോഴും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഈവൻ ന്യൂസ് പേപ്പേഴ്സ്, ആരെങ്കിലും എവിടെയെങ്കിലും മരിച്ചു, അല്ലെങ്കിൽ ആരെങ്കിലും റേപ്പ് ചെയ്തു, ദർ ഇസ് ഫയർ സംവെയർ, ഇതെല്ലാമാണ് നമ്മൾ കാണുന്നത്. മാധ്യമങ്ങൾ എന്നിട്ട് പറയും, നിങ്ങൾ റീഡർഷിപ്പ് അല്ലെങ്കിൽ വ്യൂവർഷിപ്പിന് താല്പര്യമുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ കാണിക്കുന്നത്, ബിക്കോസ് ദാറ്റ് ഈസ് വാട്ട് യു ഡിസേർവ്. യു ഗെറ്റ് ഓൺലി വാട്ട് യു ഡിസേർവ് എന്നുള്ള ഒരു സങ്കല്പം ഉണ്ടല്ലോ. അത് എത്രത്തോളം മാധ്യമങ്ങളെ വിശ്വസിക്കുന്നു? അതോ അതെല്ലാം ഈ പറഞ്ഞതുപോലെ ക്യാപിറ്റൽ സ്ട്രക്ചറൽ പ്ലാൻ ഓഫ് ദി മീഡിയ മേക്സ് ഡിമാൻഡ്സ് ഇൻ സച്ച് എ വേ? ഈ രണ്ട് ക്വസ്റ്റ്യൻസ് ആണ്. ഞാൻ ജയകുമാർ. എന്തുകൊണ്ടാണ് ഈ രാമകൃഷ്ണപിള്ളയ്ക്ക് യഥാർത്ഥത്തിൽ ഇവിടെ വിട്ടു പോകേണ്ടി വന്നത് എന്നതിനെക്കുറിച്ച് അദ്ദേഹം ഒരു എഡിറ്റോറിയലൊക്കെ എഴുതിയിരുന്നതായിട്ടാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. രാജാവിനെ പോലും അദ്ദേഹത്തിന് വിവസ്ത്രനാക്കാൻ കഴിഞ്ഞിരുന്നു എന്നുള്ളത്. ബ്രിട്ടീഷുകാരുടെ അതിനോടൊപ്പം ഒത്തുചേർന്ന് നിന്നു എന്നുള്ളത്, അല്ലെങ്കിൽ അത് ആ ഒരു അടിമപ്പണി ചെയ്തില്ല, അതിൻ്റെ പേരിൽ അല്ലെങ്കിൽ സെൽഫ് ഗവൺമെൻറ്റിൻ്റെ പേരിലാണ് അദ്ദേഹത്തിന് പോകേണ്ടി വരുന്നു എന്ന് പറയുന്നതിനോട് എത്രത്തോളം നമുക്ക് യോജിക്കാൻ പറ്റും എന്നെനിക്കറിയില്ല. അതവിടെ നിൽക്കട്ടെ. അങ്ങനെ ഒരു നല്ലൊരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നീട് നമ്മൾ കുംഭമേളയെക്കുറിച്ച് പറഞ്ഞ്, ഇപ്പോൾ ആ കുംഭമേള കഴിഞ്ഞ് ഇവിടെ ആറ്റുകാൽ ഒരു പ്രൈവറ്റ് ട്രസ്റ്റിൻ്റെ നടത്തുന്ന അതിന് കൊടുക്കുന്ന ആ ഒരു ഇമ്പോർട്ടൻസ് കൂടെ നോക്കുക. എന്തുമാത്രം സ്പേസാണ് അതിനു വേണ്ടി മീഡിയ കളയുന്നത്, അതിൻ്റെ ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്യണം. അത് യഥാർത്ഥത്തിൽ സ്ത്രീകളെ എംപവർമെൻറ്റ് ചെയ്യുന്നതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം സ്ത്രീകൾ ഏറ്റവും വൃത്തികെട്ട സ്ഥലത്ത് പോയിരിക്കുക, ഓടയുടെ മുകളിലിരിക്കുക, അവിടേക്ക് ഇരുന്നാണ് അവർ ഈ നിവേദ്യമൊക്കെ നടത്തുന്നത്. ഇത് നമ്മളിത് വർഷങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇതാണ് യഥാർത്ഥത്തിൽ സ്ത്രീകളെ എംപവർ ചെയ്യുന്നത്. എനിക്ക് സംശയമുണ്ട്. മറ്റൊന്നെന്ന് പറയാൻ നേരത്ത്, ഇപ്പം തന്നെ ഏറ്റവും കൂടുതൽ ഈ ലോകത്ത് പിടിച്ചു കുലക്കിയിരിക്കുന്ന ഒരു വിഷയമെന്ന് പറയുന്നത് എപ്സ്റ്റീൻ ഫയൽസാണ്. നമ്മുടെ മാധ്യമങ്ങൾ എത്ര കണ്ട് ഈ എപ്സ്റ്റീൻ ഫയൽസിനെ കുറിച്ച്, അതിൽ നമ്മുടെ നേതാക്കന്മാരും അത് ഉൾപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ചില മന്ത്രിമാരും പ്രധാനമന്ത്രിയുടെ പേരും ഒക്കെ അതിലുണ്ട്. അപ്പോൾ ആ വരാൻ നേരത്തെ ഇത്രയും നൊട്ടോറിയസ് ഒരു ക്രിമിനൽ, അതിന് വേറെ എന്ത് പേര് വിളിക്കണമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു വിഷയം പോലും ചർച്ച ചെയ്യാൻ നമ്മുടെ മാധ്യമങ്ങൾ തയ്യാറല്ല. ആകെ നേരത്തെ പറഞ്ഞതുപോലെ ധ്രുവ് റാഠിയ, രവീഷ് കുമാർ, അല്ലെങ്കിൽ ബിനോജ് നായര, അതുപോലുള്ള ചിലർ മാത്രമാണ് അതെടുത്ത് വിശകലനം ചെയ്യുന്നത്. അല്ല, അവിടെ നമ്മൾ നോക്കാൻ നേരത്ത് പണ്ട് നമ്മുടെ നോം ഷോംസ്കി മാനുഫാക്ചറിങ് കൺസെൻറ്റിനെ കുറിച്ച് പറഞ്ഞ്, ഇന്ന് ആ നോം ഷോംസ്കി എവിടെയാണ്? ഷോംസ്കി ഇന്ന് ഒളിവിലാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ ഇന്ന് വായിക്കാനിടയായി, വിലയേറിയ എഴുതിയിരിക്കുന്നത്. അതൊന്നും ഞാനിവിടെ പറയുന്നില്ല. അപ്പം അത് വളരെ ഇനോക്യൂസ് ആയിട്ടാണ് വിലയേറിയതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പം ആ ഒരു വോയിസ് പോലും ഇറ്റ് ഹാസ് ബീൻ സ്റ്റിഫിൾഡ്. അപ്പം അങ്ങനെയുള്ളൊരു അവസരത്തിൽ എങ്ങനെയാണ് ഈ ഓൺലൈൻ പോർട്ടൽസിന് അല്ലെങ്കിൽ ഇതുപോലുള്ള ജേർണലിസത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയുന്നത്? നേരത്തെ മാം പറഞ്ഞതിനകത്ത് ഞാൻ സത്യമാണ്. അതായത് ടെലിവിഷൻ കണ്ടന്റിൽ വന്നിട്ടുള്ള മാറ്റം നമ്മളെ ഭയപ്പെടുത്തുന്ന ഒന്നാണ്. ടെലിവിഷൻ്റെ മേജർ കണ്ടന്റ് ഇപ്പോൾ CCTV ദൃശ്യങ്ങളാണ്. CCTVയുടെ അകത്തു നിന്നുള്ള റോഡ് സൈഡിൽ മുഴുവനും CCTV ഉണ്ട്, കടകളുടെ മുമ്പിൽ CCTVകളുണ്ട്. അപ്പോൾ എന്തെന്ന് വെച്ചാൽ ഈ വിഷ്വൽസ്, അപകടങ്ങളുടെ വിഷ്വൽസ്, നായ ഓടിച്ച വിഷ്വൽസ്, പൂച്ച മറിഞ്ഞു വീണ വിഷ്വൽസ്, ഇങ്ങനെ അപകടങ്ങളുടെ വിഷ്വൽസാണ് ഏറ്റവും കൂടുതൽ. ക്രൈം വാർത്തകൾക്കാണ് ടെലിവിഷനിൽ 10 മണിക്കുള്ള ക്രൈം വാർത്തകൾക്കാണ് ഏറ്റവും കൂടുതൽ വ്യൂവർഷിപ്പ്. അതിൻ്റെ ഒരു വ്യാപാരം തന്നെയാണ് മറ്റ് മെയിൻ ബുള്ളറ്റിനുകളിലേക്കൊക്കെ ഇതിൻ്റെ എലമെൻറ്റിനെ കൂട്ടിച്ചേർക്കുന്നത്. പണ്ട് പത്രങ്ങളിലെ ഉൾപേജുകളിൽ പ്രാദേശിക വാർത്തകളായിട്ടാണ് കൊലപാതകങ്ങളുടെയും ആത്മഹത്യയുടെയും അപകട മരണങ്ങളുടെയും ഒക്കെ വലിയ ഗ്രാവിറ്റിയിൽ നടക്കുന്ന വലിയ അപകടങ്ങൾ മാത്രമാണ് മുൻപേജിലേക്ക് വന്നിരുന്നത്. ടെലിവിഷൻ്റെ സ്വഭാവം അത് തന്നെയായിരുന്നു. വലിയ ആളുകളൊക്കെ മരിക്കുന്ന വലിയ അപകടങ്ങളാണ് ബ്രേക്കിംഗ് ന്യൂസായിട്ട് വന്നിരുന്നത്. ഇപ്പോൾ മറിഞ്ഞു വീണു ഒരു അപകടത്തിൽ മരണം പോലും സംഭവിച്ചിട്ടുണ്ടല്ല. അങ്ങനെ സംഭവിക്കാത്തതിനെ കുറച്ച് കാണുന്നതല്ല ഞാൻ. പക്ഷേ ബസ്സുകളുടെ ഉള്ളിലുള്ള CCTV വിഷ്വൽസ് പോലും കണ്ടന്റാ.
ഇത്തരം കണ്ടന്റുകളുടെ അവൈലബിലിറ്റി 2 കാരണങ്ങൾ കൊണ്ടാണ് ടെലിവിഷൻ മീഡിയ കൊടുക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. ഒന്ന്, ഒരു പീപ്പിംഗ് മെൻറ്റാലിറ്റി, മനുഷ്യരുടെ ഒളിഞ്ഞു നോട്ടത്തിനുള്ള ഒരു CCTVൻ്റെ ക്യാമറ ആംഗിൾ അങ്ങനെയാണ്. അത് ഒരു ഒളിഞ്ഞു നോട്ടത്തിൻ്റെ സുഖം കൊടുക്കുന്നൊരു സംഗതിയാണ്. അത് വ്യാപകമായിട്ട് ബ്രേക്കിംഗ് ന്യൂസൊക്കെ അപകട വാർത്തയാണ്. ഒരു ബുള്ളറ്റിൽ ഉറപ്പായിട്ടും ഒരു CCTV വിഷ്വൽസ് അല്ലെങ്കിൽ മൊബൈൽ ഫോൺ വിഷ്വൽ വെച്ചിട്ട് ആളുകളുടെ അടുത്ത് നിന്ന് എടുക്കുന്ന അപകട വാർത്ത ഒന്ന് ഉറപ്പായിട്ടും ഉണ്ടാവും. ഇതിൻ്റെ അവൈലബിലിറ്റി എന്ന് പറയുന്നത് ചിലവ് ഭയങ്കര കുറവാണ്. അവിടെ പോയി ഷൂട്ട് ചെയ്ത് വന്ന് ഒരു സ്റ്റോറി ആക്കി കൊടുക്കേണ്ട ഒരു ചിലവുമില്ല. ഇതിങ്ങനെ അയച്ചു കിട്ടുന്നതാണ്. അതൊന്ന്. അതുതന്നെയാണ് ഈ ബുള്ളറ്റിൻ പാക്കേജുകളുടെ സ്വഭാവം മാറിയിട്ട് സ്റ്റോറികളുടെ എണ്ണം വളരെ കുറവാണ്. ഇപ്പോൾ ഒരു സ്ഥലത്ത് പോയി അവിടുത്തെ വിഷ്വൽസ് എടുത്ത് ബൈറ്റ് എടുത്ത് ആളുകളുടെ ഒരു വിഷയത്തെ ആളുകളുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന ഒരു സ്റ്റോറിയൊക്കെ നമുക്ക് കണ്ട് ശീലിച്ചിട്ടുള്ളതാണല്ലോ. അതിന് പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ള ശേഷി ഉണ്ടായിരുന്നു. ദൃശ്യഭാഷയിൽ കൂടെ എങ്ങനെ ഒരു സ്റ്റോറി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എന്നുള്ളതിൻ്റെ പാഠങ്ങളായിരുന്നു. അതിഗംഭീരമായിട്ട് സ്റ്റോറികൾ ചെയ്തതിൻ്റെ ആയിരക്കണക്കിന് ഉദാഹരണങ്ങൾ ഇന്ത്യൻ ടെലിവിഷൻ മീഡിയ തന്നെയുണ്ട്. പക്ഷെ ഇപ്പം എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ ആങ്കറും സ്റ്റുഡിയോയിലിരുന്നിട്ടുള്ള ആങ്കറും ഒരു റിപ്പോർട്ടറും തമ്മിലുള്ള സംഭാഷണം പറഞ്ഞത് തന്നെ പറഞ്ഞ് പൊലിപ്പിച്ച് പറഞ്ഞ് ഇതിങ്ങനെ ഒരു സൈഡിൽ കൂടെ ഒരു വിഷ്വൽസ് പോകുന്നുണ്ടാവും അവിടെ റിപ്പോർട്ടർ ഉണ്ടെങ്കിൽ. മറിച്ച് ഇതിനെ ഒരു കൃത്യമായ വാല്യൂ ഉള്ള ഒരു പാക്കേജ് സ്റ്റോറി ആക്കിയിട്ട് അവതരിപ്പിക്കുക എന്നുള്ള കൺസെപ്റ്റേ മാറിപ്പോയി. 2 കാരണം കൊണ്ടാണ്. ഒന്ന്, ചിലവും കുറവാണ്, CCTVൻ്റെ അവൈലബിലിറ്റി ഉണ്ട്. പിന്നെ ഇങ്ങനെ സംസാരം മാത്രമാണ് വാർത്ത എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ടെന്നുള്ളതാണ് ഒരു പ്രശ്നം. പിന്നെ മാം ചോദിച്ച ട്രൂ കോപ്പീൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത് നമ്മൾ ന്യൂസ് അല്ല ചെയ്യുന്നത്, ന്യൂസ് അനാലിസിസുകൾ ചെയ്യും. അതായത് ചർച്ച ചെയ്യപ്പെടുന്ന വാർത്തകളുടെ അനലിറ്റിക്കൽ ഫോർമാറ്റിലുള്ള ആർട്ടിക്കിൾസാണ് അധികവും നമ്മുടെ കയ്യിൽ വരുന്നത്. ഇൻ്റർവ്യൂസ് വരാറുണ്ട്. ഇൻ്റർവ്യൂസും ഈ പറയുന്ന പലരുമായിട്ടും അതിനകത്ത് തിയറട്ടീഷ്യൻസ് ഉണ്ട്, പല സബ്ജക്റ്റുകളും, സയൻസും പൊളിറ്റിക്സും ലിറ്ററേച്ചറും ഒക്കെ കൂടിയിട്ട് അങ്ങനത്തെ ആളുകളൊക്കെ ആയിട്ടുള്ള ഇൻ്റർവ്യൂസും അനലിറ്റിക്കൽ ഫോമിലുള്ള ലോങ് ഫോം നരേറ്റീവിലുള്ള സ്റ്റോറീസാണ് നമ്മൾ ചെയ്യുന്നത്. ഫീച്ചറുകൾ വരാറുണ്ട്. പിന്നെ വീഡിയോ കണ്ടന്റിലാണെന്നുണ്ടെങ്കിലും നമ്മൾ ഈ പറയുന്ന പോലത്തെ സ്റ്റോറികളും ഡോക്യുമെൻ്ററികളും ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ക്യാപിറ്റലിൻ്റെ അഭാവം കൊണ്ട് കുറച്ച് കാലമായിട്ട് അത് നിർത്തി വെച്ചേക്കുക. പക്ഷേ നമ്മൾ കൃത്യമായിട്ട് ഒരു മാസം 8-10 ഈ സ്റ്റോറികൾ ഗ്രൗണ്ട് റിപ്പോർട്ടിംഗ് ചെയ്യാറുണ്ടായിരുന്നു. 10 മിനിറ്റ് 15 മിനിറ്റൊക്കെ ദൈർഘ്യമുള്ള ഗ്രൗണ്ട് റിപ്പോർട്ടിംഗ്. അവിടെ പോയി ഇഷ്യൂ ബേസ്ഡ് ആയിട്ടുള്ള സംഗതികൾ, ഡോക്യുമെൻ്ററീസ് ചെയ്യാറുണ്ട്. പിന്നെ ലോങ് ഫോമിലുള്ള ഇൻ്റർവ്യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഡിസ്കഷൻ ഫോർമാറ്റിലുള്ള വീഡിയോ കണ്ടന്റ് ഉണ്ട്. അതൊക്കെയാണ് നമ്മളുടെ ഒരു കണ്ടന്റിൻ്റെ. ഒപ്പം ഫസ്റ്റ് ഹാൻഡ് ലിറ്ററേച്ചറും കൊടുക്കാറുണ്ട്. കഥകളും നോവലുകളും കവിതയും നമ്മൾ ഈ പറയുന്ന മാഗസീനകത്ത് നമ്മളുടെ ഒരു സെഗ്മെൻ്റാണ്. കോളംസ് ഉണ്ട്. അങ്ങനെ പല വിഷയങ്ങളിലുള്ള ആരോഗ്യം തൊട്ട് പൊളിറ്റിക്സ് തൊട്ടിട്ട് വെതർ വരെയുള്ള സബ്ജക്റ്റുകളെ കവർ ചെയ്യാൻ നമ്മൾ ശ്രമിക്കാറുണ്ട്. അതിലൊക്കെയുള്ള ലോങ് ഫോമിലുള്ള ആർട്ടിക്കിൾസും ഇൻ്റർവ്യൂസ്, അങ്ങനെ അതാണ് നമ്മുടെ കണ്ടന്റ്. പിന്നെ ഈ പറഞ്ഞ പോലെ നിലനിൽക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, വലിയ ബുദ്ധിമുട്ടാണ്. സബ്സ്ക്രിപ്ഷനും സോഷ്യൽ മീഡിയ റവന്യൂവും കൊണ്ട് വേണം നമുക്ക് നിലനിൽക്കാൻ. പക്ഷേ അത് നിലനിൽക്കാനുള്ള ശ്രമം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ അൽഗോരിതത്തിനകത്ത് പെട്ട് നമ്മളെപ്പോലുള്ള ലോകം മുഴുവനും അങ്ങനെ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതല്ലാത്ത സോപ്പി ആയിട്ടുള്ള ആഴമില്ലാത്ത കണ്ടന്റ് കൊടുക്കുന്ന സ്ഥാപനങ്ങൾക്കൊക്കെ നിറയെ വ്യൂ ഉണ്ടാവും, അതുവഴിയുള്ള വരുമാനം ഉണ്ടാവും, അതിലേക്ക് മൂലധനവും വരും. ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ ടെലിവിഷൻ മീഡിയയിൽ പിന്നെയും മൂലധന നിക്ഷേപം വന്നുകൊണ്ടിരിക്കുക. ഇതാണ് അതിൻ്റെ ഫോർമാറ്റ്, ഇതാണ് അതിൻ്റെ സ്ട്രക്ചർ. അതിലേക്കാണ് പിന്നെയും മൂലധനം വന്നുകൊണ്ടിരിക്കുന്നത്. പണ്ട് ആരോ പറഞ്ഞ്, ആരാണെന്ന് EMS തന്നെയാന്ന് തോന്നുന്നു, മനോരമ എന്തെങ്കിലും കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്ന പോലെ നമ്മളും പറയാറുണ്ട്. നമ്മുടെ വ്യൂവർഷിപ്പ് ഒരു പരിധിയിൽ കൂടുതൽ കൂടിക്കഴിഞ്ഞാൽ, ഒരു 5 ലക്ഷത്തിലേക്കൊക്കെ നമ്മുടെ വ്യൂസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കണ്ടന്റിന് എന്തോ ഒരു കുഴപ്പമുണ്ടെന്നുള്ളതാണ് നമ്മളും തിരിച്ചറിയുന്നത്. കാരണം അത് ഇതിൻ്റെ ഓഡിയൻസ് ആരാന്നുള്ളത് നമ്മളെ സംശയാലുമാക്കും. എൻ്റെ പേര് രജു എന്നാണ്. ഞാൻ ആകാശവാണി ന്യൂസിൻ്റെ കറസ്പോണ്ടൻ്റാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഫ്രീഡം ഓഫ് പ്രസ് എന്ന് പറഞ്ഞിട്ട് ആർട്ടിക്കിൾ 19 എന്നുള്ളൊരു വളരെ നമ്മൾ സംസാരിക്കാനും ഒക്കെ ഉള്ളൊരു ഫ്രീഡം മാത്രമുള്ളൊരു ചെറിയൊരു ഇതിലാണ്, ഭരണഘടനയിലെ ഒരു ഇതിലാണ് നമ്മളിപ്പോൾ എല്ലാ മീഡിയയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചെറിയൊരു സ്വാതന്ത്ര്യം മാത്രം വെച്ചിട്ടാണ് നമ്മൾ ഈ രാജ്യത്ത് മീഡിയ പ്രവർത്തനം നടത്തുന്നതെന്നാണ് ഏറ്റവും വലിയ. അത് വെച്ചിട്ടാണ് നമ്മൾ ഈ 20-25 ചാനലുകൾ വലിയ അധികാരത്തോടു കൂടിയൊക്കെ ആൾക്കാരുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുകയും ബൈറ്റ് എടുക്കുകയൊക്കെ ചെയ്യുന്നത്. അതിൻ്റെ ഏറ്റവും ബേസ് നമുക്ക് കണ്ടറിഞ്ഞത്
ഇപ്പോൾ മീഡിയ വണ്ണിനൊക്കെ ബാൻ വന്നു, ഫോർത്തിന് ബാൻ വന്നു, അങ്ങനെയുള്ള പല പല മീഡിയാസിന് ബാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇത് എല്ലാവർക്കും ഇപ്പം നമ്മളീ പറഞ്ഞ പോലെ പല കാർട്ടൂണുകളിലൊക്കെ കാണുന്നത് പോലെ കേന്ദ്ര സർക്കാരിനെ അനുകൂലിച്ച് അവരുടെ പ്രീതിക്ക് വേണ്ടി നിൽക്കുന്ന മാധ്യമങ്ങൾ മാത്രം മതി. ഇപ്പം NDTV അവസ്ഥയൊക്കെ നമുക്കറിയാം. അവരെയൊക്കെ കോർപ്പറേറ്റുകൾ ഹയർ ചെയ്യുകയാണ്. വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന മാധ്യമങ്ങൾ കേരളത്തിലായാലും ഇന്ത്യയിലായാലും വളരെ കുറവാണ്. അങ്ങനെയുള്ള മാധ്യമങ്ങളെ ഈ പറഞ്ഞ പോലെ മാഡം തന്നെ പറഞ്ഞു, സർക്കാരിനെതിരെയുള്ള എന്ത് കാര്യം വന്നാലും ഒരു വാക്ക് വന്നാൽ ആ വാക്ക് അപ്പം തന്നെ റിമൂവ് ചെയ്യുക എന്നുള്ളൊരു കാര്യത്തിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ എൻ്റെ ഒരു ചോദ്യം, നമുക്ക് മാധ്യമങ്ങൾക്ക് കുറച്ചും കൂടി സ്വാതന്ത്ര്യം കിട്ടുന്നതിന് വേണ്ടി ഇതിൻ്റെ ഒരു നിയമവശങ്ങൾ കുറച്ചും കൂടി നമുക്ക് അനുകൂലമാക്കുന്നതിന്, അല്ലെങ്കിൽ ഭരണഘടനയിൽ നമുക്ക് കുറച്ചും കൂടി ബലം കിട്ടുന്നതിന് എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുമോ? അതാണ് എൻ്റെ ഒരു ചോദ്യം. ഈ 19A എന്നുള്ള കുറച്ചും കൂടെ സ്ട്രെങ്തൻ ആക്കാൻ വേണ്ടിയിട്ട്, കുറച്ചുകൂടെ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ നമുക്ക് സാധിക്കുമോ? നേരത്തെ പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ എഡിറ്റേഴ്സ് ഗിൽഡ് എന്നൊക്കെ പറയുന്ന സംഘടനകളിലൊക്കെ ഭയങ്കര ശക്തിയുള്ള സംഘടനകളായിരുന്നു. ഇപ്പോൾ ഓൺലൈൻ മീഡിയനെ ഇവരൊന്നും കൂട്ടുന്നില്ല എന്ന് പറഞ്ഞതുപോലെ കേരളത്തിലും അതെ. ഓൺലൈൻ ഈവൻ ലെഗസി മീഡിയയുടെ ഓൺലൈൻ പോർട്ടലുകളെ പോലും പ്രസ് ക്ലബ് മെമ്പർഷിപ്പ് കൊടുക്കുന്നില്ല. സർക്കാരിൻ്റെ PRDയുടെ ഒരു ലിസ്റ്റിങ്ങിൽ ഓൺലൈൻ മീഡിയ വരുന്നേയില്ല. ഇവർക്ക് ഓൺലൈനിൽ പ്രവർത്തിക്കുന്ന മീഡിയയ്ക്ക് ആകെയുള്ള രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് വകുപ്പ് പ്രകാരമുള്ള ഒരു രജിസ്ട്രേഷനാണുള്ളത്. അത് പ്രകാരമാണ് ഇന്ത്യയിലെ എല്ലാ ഓൺലൈൻ മീഡിയയും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെയുള്ളത് ഡിജിപബ് എന്ന് പറയുന്നൊരു സംവിധാനമാണ്. അത് ഇൻഡിപെൻഡൻറ്റ് മീഡിയയുടെ ഒരു കൺസോർഷ്യമാണ്. സീരിയസ് ആയിട്ടുള്ള ജേർണലിസം ചെയ്യുന്ന ഇൻഡിപെൻഡൻറ്റ് മീഡിയ എല്ലാം കൂടെ ചേർന്ന് ഒരു കൺസോർഷ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. കൂട്ടായി നിന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ മേടിച്ച് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ഒന്നിച്ച് നിൽക്കാം എന്നുള്ളൊരു തോന്നലിൽ. സത്യത്തിൽ ഈ ആർട്ടിക്കിൾ 19A അത് ഇറ്റ്സെൽഫ് ശക്തിയുള്ളൊരു നിയമം തന്നെയാണ്. അതിനെങ്ങനെ വ്യാഖ്യാനിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ രവി നായർക്കെതിരെ ഒരു കേസ് വന്ന സമയത്ത് സർക്കാരിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നത് ഏതറ്റം വരെ പോവാം എന്നുള്ള കാര്യത്തിൽ കോടതിയുടെ ഡിസ്ക്രിപ്ഷനാണ് അത്. അവിടെയാണ് എങ്ങനെയാണ് റൈറ്റ് വിങ് ഭരണകൂടം അല്ലെങ്കിൽ കോർപ്പറേറ്റുകൾ കോടതിയുടെ നിയമവ്യാഖ്യാനങ്ങളെയും നിയമനിർമ്മാണത്തെയൊക്കെ ബാധിക്കുന്നത്. അത് എല്ലാ കാലത്തും സംഭവിച്ചിട്ടുള്ളതാണ്. ഇന്ത്യയുടെ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഭരിക്കുന്ന ഭരണകൂടത്തിനനുസൃതമായിട്ട് നിയമ സംവിധാനങ്ങൾ പതുക്കെ അവർ പോലും അറിയാതെ മാറുന്നൊരു സാഹചര്യമുണ്ട്. എങ്ങനെയാണോ മാധ്യമങ്ങൾ മാറുന്നത് അതുപോലെ തന്നെ നീതിന്യായ വ്യവസ്ഥയും കോടതികളും ഈ പറയുന്ന ഭരണകൂടത്തിന് അനുകൂലമായ അത് ഇടയ്ക്കൊക്കെ ഓരോ ഗംഭീര വിധിയൊക്കെ വരും. അപ്പം നമ്മൾ വിചാരിക്കും ഇത്ര ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു നിയമ സംവിധാനമാണോ നമുക്ക് ഉള്ളത്, അതിൽ നമുക്ക് പൂർണ്ണ വിശ്വാസമാണെന്ന്. അങ്ങനെയല്ല. അതിൻ്റെ സീരീസ് ഓഫ് വിധികൾ എടുത്തു നോക്കിയാൽ നിയമനിർമ്മാണത്തിൽ എങ്ങനെയാണ് കോടതികൾ ഇടപെടുന്നത്, സൊസൈറ്റിയിൽ എങ്ങനെയാണ് കോടതികൾ വിധികളിലൂടെയും വ്യാഖ്യാനങ്ങളിലൂടെയും ഇടപെടുന്നത് എന്നുള്ളതിൻ്റെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ അത് എപ്പോഴും ഭരണകൂടത്തിനോട് ചേർന്ന് നിൽക്കുന്ന നിലപാടാണ് എടുത്തിട്ടുള്ളത്. അതിലെങ്ങനെ മാറ്റം വരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ജേർണലിസം സ്ഥാപനങ്ങളും മാധ്യമ സ്ഥാപനങ്ങളും മുഴുവൻ ഒന്നിച്ച് ഒരു കൂട്ടായ്മ എന്നുള്ള രീതിയിലേക്ക് വരികയും അത് സാധ്യമാവുമോ എന്നുള്ളത് സംശയമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് എല്ലാവർക്കും ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ താല്പര്യങ്ങളുണ്ട്. അതിനകത്തെ ക്യാപിറ്റല്, പിന്നെ ഇവിടെ ഓൺ ചെയ്യുന്ന മാധ്യമസ്ഥ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അദാനിയുടെയും അംബാനിയുടെയും കയ്യിലാണ് ഇവിടുത്തെ മേജർ മാധ്യമങ്ങളുടെ മുഴുവൻ ഷെയറും. ഇവര് സർക്കാരിനെതിരെ ഒരു നിയമനിർമ്മാണത്തിന് ഇൻഡിപെൻഡൻസിന് വേണ്ടി വാദിക്കുമെന്ന് നമുക്ക് തോന്നുന്നുണ്ടോ? പിന്നെ അങ്ങനെ അതിൻ്റെ ഒരു പൊളിറ്റിക്സ് മനസ്സിലാവുകയും അത് ചെയ്യാൻ ശേഷിയുള്ളതുമായിട്ടുള്ള ആൾക്കാരെന്ന് പറയുന്നത് വളരെ ചെറിയ ഇൻഡിപെൻഡൻറ്റ് ജേർണലിസം ചെയ്യുന്ന മനുഷ്യരാണ്. അവർക്ക് അതിനുള്ള സാമ്പത്തിക ശേഷിയും ഇല്ല. സത്യത്തിൽ ഇൻഡിപെൻഡൻറ്റ് ജേർണലിസം ചെയ്യുന്നവരുടെ ഏറ്റവും വലിയ പേടി എന്താണെന്നറിയോ? ഒരു കേസ് വന്നു കഴിഞ്ഞാൽ കേസിനെ എങ്ങനെ ഡീൽ ചെയ്യും, നിയമപരമായി എങ്ങനെ ഡീൽ ചെയ്യുന്നല്ല, അതിന് വരുന്ന സാമ്പത്തിക ചെലവ്, അത് എങ്ങനെ അതിന് വേണ്ടി വലിയ മീഡിയത്തെ സംബന്ധിച്ച് പ്രശ്നമില്ല. അപ്പോൾ മാതൃഭൂമിയിലായിരുന്ന സമയത്ത് നമുക്കൊരു കേസ് വന്ന പ്രശ്നമൊന്നുമില്ല, സ്ഥാപനം ഡീൽ ചെയ്തോളും, സ്ഥാപനത്തിന് അതിനുള്ള ശേഷിയുണ്ട്. ട്രൂ കോപ്പിക്കെതിരെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ കുടുങ്ങിപ്പോവും, എന്ത് ചെയ്യും എന്നുള്ള കാര്യത്തിൽ നമുക്ക് പ്രശ്നമാവും. ഇതെല്ലാം ഇൻഡിപെൻഡൻറ്റ്. അപ്പോൾ ഇത്തരം കൺസോർഷ്യംസ് അല്ലെങ്കിൽ കൂട്ടായ്മ കൂടുതൽ ഡെവലപ്പ് ചെയ്യുകയും നിയമം ഇറ്റ് സെൽഫ് സ്ട്രോങ് ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിൻ്റെ ചരിത്രവും അങ്ങനെ തന്നെയാണ്.
അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന വകുപ്പിൽ തന്നെയാണ്, ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വകുപ്പിൽ തന്നെ പെടുത്തിയിട്ടാണ് മാധ്യമപ്രവർത്തനം നിലനിൽക്കുന്നത്. അതിൽ കൂടുതൽ അപ്പോൾ പൗരന് ഇൻഡിപെൻഡൻസ് ഉണ്ടാകുമ്പോൾ, പൗരന് പ്രതികരണ ശേഷി അതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ വിനിയോഗിക്കാൻ ശേഷിയുള്ളപ്പോൾ തന്നെയാണ് എന്തിനും പറ്റുക, മാധ്യമങ്ങൾക്കും പറ്റുക. അത് രണ്ടും പരസ്പര പൂരകങ്ങളാണ്. പൗരർക്ക് ഈ രാജ്യത്ത് ജനാധിപത്യ ബോധം അല്ലെങ്കിൽ ജനാധിപത്യ ശേഷി നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിൽ ഓട്ടോമാറ്റിക്കായിട്ട് മാധ്യമങ്ങൾക്കും അതില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഇത് കണ്ണാടി പോലെയാണ് വർക്ക് ചെയ്യുക. മാധ്യമങ്ങൾക്ക് ശേഷി നഷ്ടപ്പെടുന്നത് പൗരർക്കും ശേഷി നഷ്ടപ്പെടുന്നതിന് തുല്യമാണെന്ന് തോന്നുന്നു. അപ്പോൾ പ്രതിരോധം ജനങ്ങളിലും മാധ്യമങ്ങളിലും ഒരുപോലെ ഉണ്ടാവേണ്ടതാണ്. ജനാധിപത്യപരമായും വളരെ സ്വാതന്ത്ര്യത്തോടു കൂടിയും ഒരു മാധ്യമ പ്രവർത്തനം നടത്താനുള്ളൊരു സ്കോപ്പില്ല. അതിന് കാരണം പറഞ്ഞ ഈ കോർപ്പറേറ്റുകൾ ആണ് നിയന്ത്രിക്കുന്നത്. മെയിൻ സ്ട്രീം മീഡിയ ആകട്ടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളാകട്ടെ അത് തന്നെ നിയന്ത്രിക്കുന്നത് ഈ പറഞ്ഞ വലിയ ഭീമന്മാരായി മാറിയിരിക്കുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ എങ്ങനെ ഒരു പ്രതിരോധം ഉയർത്തും എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ടൊരു വിഷയം. ഇപ്പം ട്രൂ കോപ്പി തിങ്ക് പോലുള്ള സ്ഥാപനങ്ങൾ അതിന് അങ്ങനെ ഒരു പ്രതിരോധം നടത്താൻ ശ്രമിക്കുന്നത്. പക്ഷേ നമുക്കാണെങ്കിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരികയാണ്. പുരോഗമന നിലപാടുള്ള ആളുകളുണ്ട് സമൂഹത്തിൽ. അവർ ചിന്തിക്കുകയും അവരുടെ അഭിപ്രായം പറയാൻ ആഗ്രഹിക്കുകയും ഒക്കെ ചെയ്യാം. പക്ഷേ പ്രശ്നം എന്ന് പറഞ്ഞാൽ അതെങ്ങനെ പ്രകടിപ്പിക്കും, അതിനൊരു വേദി വരുന്നില്ല. അപ്പം പേഴ്സണലായിട്ട് നമുക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ അത് എഴുതിയിടാം. പക്ഷേ ഒരു കൂട്ടായ്മ അവിടെ ഉണ്ടായി വരുന്നില്ല. എല്ലാവരും വ്യക്തിപരമായ തരത്തിൽ ഇപ്പോൾ ഒരു ഭരണകൂടത്തിൻ്റെ ഒരു അനീതിയെ ചോദ്യം ചെയ്യുന്നു, അത് ഒരു കുറിപ്പായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇടുന്നു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് വരുന്നത്. പക്ഷേ ഇവിടെ വേണ്ടെന്ന് പറഞ്ഞാൽ ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു വലതുപക്ഷ കാഴ്ചപ്പാടിൻ്റെ സ്വാധീനം ഒക്കെ മെയിൻ സ്ട്രീം മീഡിയയിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലും വരുന്ന ഒരു സാഹചര്യത്തിൽ ഒരു യഥാർത്ഥത്തിൽ സ്വതന്ത്രവും ജനാധിപത്യപരമായ ഒരു മാധ്യമപ്രവർത്തനം അല്ലെങ്കിൽ ആശയ ആവിഷ്കാരം നടക്കണം. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം എന്നുള്ളൊരു വിഷയമുണ്ട്. അത് ജേർണലിസ്റ്റുകളുടെ മാത്രം ഒരു വെച്ച് കൊണ്ടല്ല ഞാൻ പറയുന്നത്. അപ്പോൾ അതിനെ എങ്ങനെ നമുക്കത് സഹായിക്കാം എന്നുള്ളൊരു വിഷയം ഉണ്ട്. അപ്പോൾ അതിനെ എങ്ങനെ നമ്മുടെ ഫ്രീ കോപ്പി തിങ്കിന് അതിനെ ചെയ്യാൻ പറ്റും, നമുക്ക് അതിനെ എങ്ങനെ ഡെവലപ്പ് ചെയ്ത് എടുക്കാൻ പറ്റും. എല്ലാ തലത്തിലും നടക്കണമെന്ന് എനിക്ക് തോന്നുന്നത്. രാഷ്ട്രീയ പാർട്ടികൾക്കുള്ളിലാണ് ആദ്യം അത് നടക്കേണ്ടത്. ഈ എങ്ങനെയാണ് വിമർശനങ്ങളോട് ജനാധിപത്യപരമായിട്ട് ഡീൽ ചെയ്യേണ്ടത് എന്നുള്ള ഒരു രീതിയിലേക്ക് ഇവിടുത്തെ പൊളിറ്റിക്കൽ പാർട്ടീസ് മാറണം. മാധ്യമങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ ഒരു സ്വഭാവ ക്യാരക്ടറിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളും മെയിൻ സ്ട്രീം മീഡിയയും. ഈ അജണ്ട സെറ്റ് ചെയ്യാൻ ഡിജിറ്റൽ മീഡിയയ്ക്ക് സാധിക്കുന്നുണ്ട്. പലപ്പോഴും ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ എന്തായിരിക്കണം, നാളെ ചർച്ച ചെയ്യേണ്ട വിഷയം എന്തായിരിക്കണം, ഇന്നത്തെ ഇങ്ങനെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിജിറ്റൽ മീഡിയയ്ക്ക് സാധിക്കുന്നുണ്ട്. അതിൽ നിന്നും ഇടക്കാലത്ത് അതിനുള്ളൊരു ശ്രമമൊക്കെ നടത്തിയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. മെയിൻ സ്ട്രീം മീഡിയ അതിൽ നിന്നും മാറി നിൽക്കാനൊരു ശ്രമമൊക്കെ നടത്തിയിരുന്നു. പക്ഷേ ഇതിൻ്റെ ഒരു ഡിസിഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു അൽഗോരിതം അനുസരിച്ച് നമ്മൾ കാണുന്നത് മുഴുവൻ നമ്മൾ മെയിൻ സ്ട്രീം മീഡിയയെ പോലും അനുഭവിക്കുന്നത് ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ ആയതുകൊണ്ട് ചരട് വലിക്കുന്നതിനനുസരിച്ച് മാറാൻ നിർബന്ധിതമാവുന്നുണ്ട് മെയിൻ സ്ട്രീം മീഡിയയും ഈവൻ രാഷ്ട്രീയ പാർട്ടികൾ പോലും. എൻ്റെ ആശങ്ക എന്ന് പറയുന്നത് അതാണ്. ഈ റൈറ്റ് വിങ് ഗെയിം പ്ലാനിലേക്ക് ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ വീണു പോകുന്നുണ്ട്. അത് തിരിച്ചറിയേണ്ടത് അവർ സ്വയമേവയാണ്. കാരണം പാർട്ടി പ്രവർത്തകർ, നേതാക്കൾ എന്ന് പറയുന്നവർ സോഷ്യൽ മീഡിയ നിർണയിക്കുന്ന ഇത്തരം ആഴമില്ലാത്ത ഒരു ക്യാരക്ടറിലേക്ക് വീണു പോവുകയാണോ ചെയ്യേണ്ടത്, അതോ അവരുടെയൊക്കെ സ്വന്തം പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള മൂല്യബോധമുള്ള നിലപാടുകളിൽ ഉറച്ചു നിന്നുകൊണ്ട് കാര്യങ്ങളെ കാണുകയാണോ ചെയ്യേണ്ടതെന്നുള്ള തിരിച്ച് സംഭവിക്കണേ. ഇതിപ്പോൾ സോഷ്യൽ മീഡിയ ഇവരെ എല്ലാത്തരുടെയും അജണ്ടയെ നിശ്ചയിക്കുന്നത്. ഇപ്പോൾ VD സതീശനും ഗോവിന്ദ മാഷും ഒക്കെ സോഷ്യൽ മീഡിയയിൽ വരുന്ന കമൻറ്റുകൾക്ക് മറുപടി പറയില്ല അവരുടെ തൊഴിൽ. അതാണോ രാഷ്ട്രീയക്കാർ ചെയ്യേണ്ടത്? അവർ അഡ്രസ്സ് ചെയ്യേണ്ട ജനത എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിലും ഈ മീഡിയ ഉണ്ടാക്കുന്ന അല്പത്തരങ്ങൾക്കുള്ള സിദ്ധാന്തം ഉണ്ടാക്കലും മറുപടി പറയലും ആണോ എന്നുള്ളതാണ്. അവരുടെ പണിയല്ലേ എടുക്കണ്ടേ? അത് ചെയ്യുന്നില്ല എന്നുള്ളത് ഒരു കാര്യം. മാധ്യമങ്ങളിലും അതാ സംഭവിക്കുന്നത്. ഈ കാർഡുകളില്ലേ, ഈ ചെറിയ കാർഡുകൾ സോഷ്യൽ മീഡിയയിൽ അത് മോണിറ്റൈസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അതിന് ആ കാർഡുകളിലെ എൻഗേജ്മെൻറ്റ് കൂടുന്നത് സോഷ്യൽ മീഡിയ റവന്യൂ മീഡിയ സ്ഥാപനങ്ങൾക്ക് കിട്ടുന്നൊരു പരിപാടിയാണ്. അപ്പം അതിനെ മാക്സിമം എന്താക്കി മാറ്റും?
പ്രകോപനപരമായിട്ടും അശ്ലീലമായിട്ടുമുള്ള സംഗതിയാക്കി മാറ്റും. ഇതിവിടുത്തെ ഈ പറയുന്ന മാധ്യമപ്രവർത്തനം ചെയ്യാത്ത സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ചെയ്യുന്ന സാധന. മമ്മൂട്ടിയുടെ പടം കൊടുത്തിട്ട് മോഹൻലാലിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ അടിയിൽ പോയിട്ട് ഇത് മമ്മൂട്ടിയല്ലല്ലോ മോഹൻലാലല്ലേ എന്ന് നോക്കും. അങ്ങനെ പോലെ എൻഗേജ്മെൻ്റ് ഉണ്ടാക്കും. കഴിഞ്ഞ ദിവസം നടന്നിട്ടുള്ള എന്തെങ്കിലും ഒരു വാർത്തയാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഹൈക്കോടതിയുടെ ഒരു വിധി വന്നു എന്ന് വിചാരിക്കുക. അതിൻ്റെ ഹാഷ്ടാഗിൽ മമ്മൂട്ടിന്നും മോഹൻലാലിനും ഫഹദ് ഫാസിൽ നിന്നൊക്കെ കാണാം നമുക്ക്. കാരണം എന്താണെന്ന് വെച്ചാൽ ഫഹദ് ഫാസിൽ നിന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കോടതി വിധി കിട്ടും. അപ്പോൾ അവരുടെ ടൈം ലൈനിൽ ഇത് വരിക. ഇങ്ങനെയൊക്കെ, അതായത് എങ്ങനെയൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതിനെ എങ്ങനെ പ്രതിരോധിക്കാമെന്ന് ചോദിച്ചാൽ, കുടുംബ ഗ്രൂപ്പുകളിലാണ് ഏറ്റവും കൂടുതൽ വർഗീയതയും ഈ പറഞ്ഞ സംഗതികളും അരാഷ്ട്രീയതയും വർക്ക് ചെയ്തു. അവിടെ ഇപ്പോൾ നമ്മൾ എങ്ങനെ പോയി തിരുത്തുമെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ നുഴഞ്ഞു കയറി നമ്മൾ പ്രതിരോധം തീർക്കേണ്ടി വരും. എളുപ്പമല്ല. ഇത് നമ്മളറിയുന്ന വേറൊരു അധോലോകം ഈ സോഷ്യൽ മീഡിയയിൽ വാട്സപ്പ് ഗ്രൂപ്പുകളായിട്ടും ഫേസ്ബുക്കിൻ്റെ ഗ്രൂപ്പുകളായിട്ടും ഒക്കെ നടക്കുന്നുണ്ട്. ക്ലോസ്ഡും ഓപ്പണും ഒക്കെ ആയിട്ടുള്ള ഗ്രൂപ്പുകളായിട്ട് എളുപ്പമല്ല. മുമ്പ് അമ്പല കമ്മിറ്റികളിൽ പാർട്ടിക്കാർ കയറിയിട്ട് അതിനെ എല്ലാവരും റൈറ്റ് വിങ്ങിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തി. അതിന് വേണ്ടിയിട്ട് ദേവസ്വം ബോർഡിലൊക്കെ ബോധപൂർവം അവർ അതിനൊരു സ്ഥാനം ഏറ്റെടുത്ത്, കാരണം അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് ചെയ്തത്. ദേവസ്വം ബോർഡിലൊക്കെ പോയിട്ട് പാർട്ടിക്കാരിരിക്കും അതിൽ മെമ്പേഴ്സൊക്കെ ആയിട്ട്. കാരണം ഇതിനെ നമ്മുടെ അണികളെ മുഴുവൻ റൈറ്റ് വിങ്ങിലേക്ക് ഭക്തരായിട്ട് മാറ്റരുത്, അതാണ് അവരുടെ ഉദ്ദേശം. പക്ഷെ വന്ന് എന്തായി, ഇവർ ഗംഭീര ചന്ദനക്കുറിയൊക്കെ തൊട്ട് ഇവരായിരിക്കും ഏറ്റവും ഭക്തശിരോമണികളായിട്ട് മാറി. പറ്റിയാൽ അടുത്ത തെരഞ്ഞെടുപ്പിൻ്റെ BJP-യിലേക്കും പോകും. ഇതാണ് സംഭവം. അതായത് നമ്മൾ എന്തിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത് അത് നമ്മളെ തന്നെ വിഴുങ്ങുന്ന ഒരു അൽഗോരിതമാണ്. ഇപ്പോൾ എവിടെ ഒരു രസകരമായിട്ടുള്ളൊരു കോട്ട് വായിച്ചു, ഫോർ ദ പീപ്പിൾ ബൈ ദ അൽഗോരിതം എന്ന് പറഞ്ഞിട്ട്. അതാണ് സംഭവിക്കുന്നത്. തുല്യ ദുഃഖിതനായ ഒരു അനദർ കണ്ടന്റ് ക്രിയേറ്റർ എന്ന നിലയിലൊരു ചോദ്യമാണ്. നമ്മൾ ഒരു കാലത്ത് ലെഗസി മീഡിയയിലും ടെലിവിഷൻ മീഡിയയിലും പറഞ്ഞ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് അത് വൺ ഡയറക്ഷനിലാണ്. അങ്ങോട്ട് പറയുന്നതേ മാത്രമേ പറ്റൂ, ഇങ്ങോട്ടൊന്നും കേൾക്കാൻ വയ്യ. അപ്പോൾ അതിൻ്റെ എല്ലാ ലിമിറ്റേഷനെയും ഓവർകം ചെയ്തു എന്നുള്ള ഒരു അവകാശവാദമായിരുന്നു സോഷ്യൽ മീഡിയയ്ക്ക് നമ്മളോടി. കാരണം എൻ്റെ ചാനലിൽ വരുന്ന മിക്കവാറും വീഡിയോസിന് താഴെ വരുന്ന കമൻറ്റുകൾ ഞാൻ ഇങ്ങനെ നോക്കാറുണ്ട്. ഒന്നിന് പോലും ഞാൻ റിപ്ലൈ ചെയ്യാറില്ല, പക്ഷെ നോക്കാറുണ്ട് ആരാണ് ഈ കമൻ്റ് അയച്ചത്, എന്താണ് അയച്ചത്. ആൻഡ് ഇൻട്രസ്റ്റിംഗ്ലി ഇതൊന്നും പല ആൾക്കാരും ഒറിജിനൽ ആൾക്കാരല്ല നമുക്കറിയാം. ദേ ആർ ലോക്ക് പ്രൊഫൈൽ. ഓക്കെ, ആ കമൻറ്റ് വരുന്നത് വീഡിയോ കണ്ടിട്ട് പോലും ആയിരിക്കില്ല കമൻറ്റ് വരിക. ഈ കമൻറ്റ് ബോക്സ് എന്ന് പറയുന്ന സാധനത്തെ, ഇപ്പോൾ ഞാനിത്തിരി ഇൻസെൻസിറ്റീവായ ആളാണ് ഈ കമൻറ്റിൻ്റെ കാര്യത്തിൽ. പക്ഷേ പലപ്പോഴും എൻ്റെ ചാനലിൽ വരുന്ന സ്ത്രീകളായ ആളുകൾ അവരൊരു ലെക്ചർ ചെയ്യുമ്പോൾ, അവരൊരു രാഷ്ട്രീയപരമായ നിലപാട് സ്വീകരിക്കുമ്പോൾ താഴെ വരുന്ന കമൻറ്റ് അങ്ങേയറ്റം സ്ത്രീ വിരുദ്ധമാണ്. അതായത് ഇന്നത്തെ കാലത്തും ഇങ്ങനത്തെ കമൻറ്റ് ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്നല്ലോ എന്നുള്ള ഒരു തോന്നലുണ്ട്. ഇതേ ആൾക്കാർ തന്നെയാണ് എല്ലാ റൈറ്റ് വിങ് കാര്യങ്ങൾക്കും ഇതേ കഴിഞ്ഞുള്ള റിയാക്ട് ചെയ്യുന്നത്. അതായത് സ്ത്രീ വിരുദ്ധനായ ഒരാൾ തീർച്ചയായിട്ടും ദളിത് വിരുദ്ധനായിരിക്കും, അയാൾ തീർച്ചയായിട്ടും മുതലാളിത്ത സ്നേഹിയായിരിക്കും. ഇവരെല്ലാവർക്കും ഒരേ ഷെയ്ഡാണ് ഇവർക്ക്. ഈ കമൻറ്റ് ബോക്സിൽ നമ്മൾ പലപ്പോഴും ടാഗ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഞാൻ BJP-ക്കെതിരെ ഒരു വീഡിയോ വന്നാൽ ഞാൻ എന്തായി കമ്മിയായി, അല്ലെങ്കിൽ CPM-നെതിരെ ഒരു വീഡിയോ ഇട്ടാൽ ഞാൻ അപ്പം കൊങ്ങിയായി, അല്ലെങ്കിൽ സംഖ്യയായി എന്ന് പറയും. അപ്പോൾ ഈ എല്ലാ ടാഗ് കിട്ടുന്ന മറ്റൊരാളാണ് താങ്കൾ, എനിക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ഈ കമൻറ്റ് ബോക്സിനെ എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത്? കമൻറ്റ് ബോക്സ് ഭയങ്കര രസകരമായിട്ടുള്ളൊരു അവസ്ഥയാണ്. ആദ്യമൊക്കെ ഇത് ഓഫ്ലൈനിൽ അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. ഫോൺ വിളികളിലൂടെ സമാനമായ തെറിവിളികളും ഒക്കെ കേട്ടിട്ടുള്ളത് കൊണ്ട് വലിയ പ്രശ്നമില്ല. കാരണം ശബ്ദത്തിൽ നമ്മൾ തെറിവിളി കേട്ട് ശീലമുണ്ട്. ഓൺലൈനിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ആദ്യമൊന്നും മനസ്സിലാവില്ല, ഇതിനെന്തിനാ ഇങ്ങനെ കമൻ്റ് ഇടുന്നതെന്ന് വിചാരിക്കും. നമ്മൾ നല്ലൊരു കാര്യമല്ലേ ചെയ്തത് പറഞ്ഞത്, ഇതിനെന്തിനാ ഇങ്ങനെ കമൻ്റ് ഇടുന്നതെന്ന് വിചാരിക്കും. ഭയങ്കര വിഷമമൊക്കെ തോന്നിയിരുന്നു തുടക്കകാലത്ത്. ചേടാ, നമ്മൾ ഉദ്ദേശിച്ച രീതിയിലല്ലല്ലോ ഇത് കമ്മ്യൂണിക്കേറ്റ് ആയത് എന്നൊക്കെ തോന്നി. പിന്നെയാണ് എനിക്ക് മനസ്സിലായത്, ഇത് അവരവരുടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുക, ശമ്പളം വാങ്ങി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു വിഭാഗം ആളുകൾ. കാരണം കൃത്യമായ ആർമി. വേറൊരു സംഭവമുണ്ട്, ഒരു കാലത്ത് രാവിലെ 10 മണി മുതൽ കൃത്യമായിട്ട് കമൻസ് ഇങ്ങനെ വരും. ഉച്ചയ്ക്ക് 1 മണി തൊട്ട് 2 മണി വരെ ബ്രേക്ക് എടുക്കുമായിരിക്കും, വരില്ല. അത് കഴിഞ്ഞ് 3 മണി തൊട്ടിട്ട് 5 മണി വരെ വീണ്ടും കമൻറ്റിൻ്റെ കുത്തൊഴുക്കായിരിക്കും. കാരണം സത്യം ജോലിയാണ്. ഇവർ രാവിലെ ഓഫീസിൽ വന്നിരുന്ന് കമൻ്റ് ഇടുകയും ഇതൊക്കെ ചെയ്യുന്ന ജോലി ചെയ്യുന്ന ആളുകളുണ്ട്.
പണത്തിന് വേണ്ടിയിട്ട് ശമ്പളം മേടിച്ചിട്ട് രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകളുണ്ട്. പിന്നെ രസകരമായൊരു നിരീക്ഷണം എന്താണെന്ന് വെച്ചാൽ, ഏതെങ്കിലും പാർട്ടിക്കെതിരായ ഇന്ന പാർട്ടി എന്നില്ല കേട്ടോ, എല്ലാ പാർട്ടികളും BJP ആണെങ്കിലും ശരി, CPM ആണെന്നുണ്ടെങ്കിലും ശരി, കോൺഗ്രസ് ആണെന്നുണ്ടെങ്കിലും ഒരേപോലെ കുംഭമേളയ്ക്ക് രസകരമായൊരു വസ്തുത, കുംഭമേളയ്ക്ക് നമ്മളൊരു ഡിസ്കഷൻ നടത്തിയതിൻ്റെ അടിയിൽ സംഘപരിവാറുകാരും CPMകാരും ഒരേപോലെ കമൻ്റ് ഇടുമായിരുന്നു. ഒരേ പൊളിറ്റിക്സ്, എനിക്ക് കൺഫ്യൂഷനായി, ഇത് CPMൻ്റെ കമൻ്റാണോ ഇത് സംഘപരിവാറിൻ്റെ കമൻ്റാണോ? നമ്മൾ പോയി നോക്കും, അപ്പോഴാണ് മനസ്സിലാവും ഒരേ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് ഇവരും എല്ലാവരും ഒരേ തരം കമൻ്റ് ഇടുന്നത്. അത് അതിന് മാത്രം കിട്ടിയ ഒരു രസമുള്ള സംഗതിയായിരുന്നു. ഒരു പോസ്റ്റ് നമ്മൾ ഇട്ടു എന്ന് വിചാരിക്കാം, ആദ്യത്തെ ഒരു 10 മിനിറ്റിൽ ഇതിൻ്റെ ട്രെൻഡ് നമുക്ക് പിടികിട്ടും. തുരുതുരാന്ന് കമൻറ്റുകൾ ഇങ്ങനെ വരാൻ തുടങ്ങും. അതിൻ്റെ രാഷ്ട്രീയം എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ ലിങ്ക് ഏതെങ്കിലും ഒരു പോരാളി എടുത്തിട്ട് അവരുടെ ഗ്രൂപ്പിൽ കൊണ്ട് ഷെയർ ചെയ്യും. എന്നിട്ട് പറയും പോയി അറ്റാക്ക് ചെയ്യൂ, ആക്രമണം എന്നൊക്കെ മറ്റേതിൽ പറയുന്ന പോലെ. അങ്ങനെ ഇവരിത് തുറന്നു നോക്കില്ല. തുറന്നു നോക്കിയാൽ നമുക്ക് നല്ലതാ, തുറന്നു നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സബ്സ്ക്രിപ്ഷൻ വ്യൂ ആണല്ലോ കൂടുന്നത്. അത് ചെയ്യില്ല, നേരെ വന്ന് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് തെറിവിളിയോട് തെറിവിളി. സ്ത്രീകളാണെങ്കിൽ ഇപ്പം എൻ്റെ ഓഫീസിൽ ഏറ്റവും കൂടുതൽ തെറി കേൾക്കുന്നത് ഞാനാണ്. ഞാനില്ലാത്ത വീഡിയോയ്ക്കും എനിക്ക് തെറി കേൾക്കും, ഞാൻ എഴുതാത്ത ലേഖനങ്ങൾക്കും എനിക്ക് തെറി കേൾക്കും. കാരണം ട്രൂ കോപ്പി മനില എന്നുള്ളൊരു ടാഗ് ലൈൻ വരുന്നത് കൊണ്ട് ആരെ വിമർശിച്ച് എഴുതിയാലും എനിക്ക് ചീത്ത കേട്ടുകൊണ്ടിരിക്കും. അപ്പം ആ വീഡിയോയിലുള്ള അതൊരു രസകരമുള്ള സംഗതിയാണ്. ഒരു 4 പുരുഷന്മാരും ഞാനും കൂടി ഇരുന്നിട്ടുള്ള ഡിസ്കഷനാണെന്ന് വിചാരിക്കുക. അതിനകത്ത് ഏറ്റവും കൂടുതൽ തെറി കേൾക്കുന്നത് എനിക്കായിരിക്കും. ഞാൻ ഒന്നും മിണ്ടിയിട്ടുണ്ടാവില്ല. ചിലപ്പോൾ എൻ്റെ തലയാട്ടലിനെ വിമർശിച്ചുകൊണ്ട് ആളുകൾ ചപ്രത്തലമുടിയായിട്ട് അവൾ തിരിച്ചു വന്നിട്ടുണ്ടെന്ന് നമ്മളെ രൂപത്തിന്. പക്ഷെ എനിക്കധികം സങ്കടം തോന്നാറില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ, എന്നെക്കാട്ടിലും 100 ഇരട്ടി വ്യാപ്തിയിൽ ഇവിടെ ചീത്ത കേൾക്കുകയും അശ്ലീലം കേൾക്കുകയും ചെയ്യുന്ന സ്ത്രീകളായിട്ടുള്ള മാധ്യമപ്രവർത്തകരുണ്ട്. അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒന്നുമല്ല. എന്നെ ഭയങ്കരമായിട്ടുള്ളൊരു അശ്ലീലം പറച്ചിൽ കുറവാണ്. എനിക്ക് വിവരമില്ലാന്ന് സ്ഥാപിക്കാനാണ് ഈ കക്ഷികൾ ശ്രമിക്കുക. പക്ഷേ ബാക്കിയുള്ള ആളുകളുടെ ശരീരത്തെ വെച്ച് അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളെ എടുത്തിട്ട് അശ്ലീലം പറഞ്ഞ്, സ്ത്രീയാണോ ശരീരവും ലൈംഗികതയും ഉപയോഗിച്ച് തെറി വിളിക്കുക എന്നുള്ളത് ഇവിടുത്തെ ഒരു പാറ്റേണാണ്. അത് നോക്കുമ്പോൾ സത്യത്തിൽ ഞാൻ അങ്ങനെയൊന്നും ചെയ്തു വെക്കുന്നില്ല എന്ന് എനിക്ക് തോന്നാറുണ്ട്. അതുകൊണ്ട് എനിക്ക് അല്ലെങ്കിലും പിന്നെ ഒരു സംഗതി, കുറേ കാലം ചീത്ത കേട്ടില്ലെങ്കിൽ ഒരു മനസ്സമാധാനക്കേടും കൂടിയിട്ടുണ്ട്. കാരണം നമ്മളൊന്നും സംസാരിക്കാതെ നമ്മൾ ഇന്നാക്റ്റീവായി പോയോ എന്നൊരു തോന്നൽ വരും. അപ്പോൾ നമുക്കതൊരു ആവേശം കൂടിയാണ്, അതൊരു എനർജി ബൂസ്റ്ററും കൂടിയാണ് ഇത്തരം തെറികൾ. പിന്നെ ഇവർ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം, ഞാൻ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ആയതുകൊണ്ടും കൂടി പറയാം, ഈ തെറി വിളിക്കുന്ന ആളുകൾ ആഗ്രഹിക്കുന്നത് ഈ തെറിവിളിയിൽ ഇവർ അങ്ങ് സങ്കടപ്പെട്ടു പോവും, ഇനി അത് ചെയ്യില്ല, അവരാകെ വിഷമിച്ചു പോവും, ഇവരിന്ന് രാത്രി ഉറങ്ങിയിട്ടുണ്ടാവില്ല എന്നൊക്കെയാണ്. സത്യത്തിൽ ഇതൊന്നുമല്ല സംഭവിക്കുന്നത്. പലപ്പോഴും നമ്മളിത് നോക്കില്ല, നമ്മൾ മൈൻഡ് ചെയ്യില്ല, അവഗണിക്കും. നമുക്കിതൊരു പ്രേരണയാണ്. നമുക്കിത് കൂടുതൽ ജോലി ചെയ്യാനുള്ള, കൂടുതൽ രാഷ്ട്രീയം പറയാനുള്ള, ജേർണലിസം വളരെ കൃത്യമായിട്ട് ചെയ്യാനുള്ള ഒരു എനർജി ബൂസ്റ്ററാണ് സത്യത്തിൽ ഈ പറയുന്ന കമൻറ്റും തെറിവിളിയും ചീത്തവിളിയും. അതുകൊണ്ട് അത് നിർബാധം തുടരട്ടെ എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പം മലയാളത്തിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ഒരു ചെറിയ ഭാഷയാണല്ലോ. അപ്പോൾ ഇത്രയും വലിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളുടെ കാലത്തിൽ ഒരു മലയാളത്തിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ടുള്ള എന്തൊക്കെ ഡിഫിക്കൽറ്റിയാണ് ഫേസ് ചെയ്യുന്നത്? ഡിഫിക്കൽറ്റി അതിൻ്റെ ഓഡിയൻസ് ചെറുതാണ് എന്നുള്ളത് തന്നെയാണ്. സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് ആയിട്ടൊരു പ്ലാറ്റ്ഫോം ചെയ്യുന്ന സമയത്ത് അത് വളരെ ചെറിയൊരു ഓഡിയൻസിലേക്ക് എത്തുന്നുള്ളൂ. നമ്മൾ ബൈലിംഗിലാക്കാനുള്ളൊരു ആലോചനയിലും കൂടി അതിൻ്റെ ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ട്. കാരണം നമുക്ക് കുറച്ചും കൂടെ ആളുകളെ റീച്ച് ഔട്ട് ചെയ്യാം എന്നുള്ളത് കൊണ്ട്. മലയാളം ചെറിയൊരു ഭാഷയാണ്. പക്ഷേ അതിൻ്റെ ഇപ്പോൾ പ്രിൻറ്റിലുള്ള മലയാളം മാഗസീൻസും ഓൺലൈനും തമ്മിലുള്ളൊരു വ്യത്യാസം ഞാൻ പറയാം. മാതൃഭൂമിയിലായിരുന്ന സമയത്ത് കേരളം എന്ന് പറയുന്ന ഒരു ജോഗ്രഫിക്കൽ സ്പേസിനകത്ത് നിന്നിട്ടുള്ള ആളുകളെ അത് വായിക്കുന്നുള്ളൂ. പിന്നെ പുറത്തേക്ക് ചെറിയ കോപ്പികൾ പോവുകയും അങ്ങനെ കിട്ടുന്ന അതല്ലേ ഉള്ളൂ. ഇപ്പം നമ്മളുടെ കണ്ടൻറ്റ് എബ്രോഡ് ഒരു ഡയസ്പോറ മുഴുവനും എത്തുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ഒരു ഫീഡ്ബാക്ക് ഇപ്പോൾ ഏതാണ്ട് ഇപ്പോൾ വലിയ ഫോമിലുള്ള ഈവൻ ലിറ്ററേച്ചറൊക്കെ ആണെന്നുണ്ടെങ്കിലും ഡയസ്പോറ മലയാളിയെ അഡ്രസ്സ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ട്, അങ്ങനെ റീച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത് സബ്സ്ക്രിപ്ഷൻ റവന്യൂവിലേക്ക് ആഡ് ആവുന്നൊരു സംഗതിയും കൂടിയാണ് പുറത്തു നിന്നുള്ള. അതൊരു ഗുണകരമായിട്ടുള്ള ഒരു സംഗതിയാണ്. പക്ഷേ അല്ലാണ്ടുള്ളൊരു ഡിഫിക്കൽട്ടി എന്ന് പറഞ്ഞാൽ കണ്ടൻറ് ഡിഫിക്കൽട്ടി ഉണ്ട് ഓഫ് കോഴ്സ്. എന്ന് വെച്ചാൽ നമ്മളുടെ ഏരിയ സ്പെസിഫിക് ആയിട്ട് നമുക്ക് പലപ്പോഴും ജേർണലിസം ചെയ്യേണ്ടി വരും. മറ്റതൊക്കെ സെഗ്മെൻറ്റ്സാണ്.
ഇപ്പോൾ ഒരു നാഷണൽ ഇഷ്യൂസ് കൈകാര്യം ചെയ്യുന്നത് അതൊരു മെയിൻ കണ്ടൻ്റായിട്ട് നമ്മുടെ കയ്യിൽ വരാറില്ല. നേരെ മറിച്ച് മറ്റ് ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ ഒക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ നാഷണൽ കണ്ടൻറ്റ് ഇവിടെ അതിനുള്ളൊരു ഓഡിയൻസിൻ്റെ ഒരു ലിമിറ്റഡ് ആണല്ലോ. നമ്മുടെ ഇവിടെ കേരള പൊളിറ്റിക്സും കേരളവുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള പക്ഷേ അത് സത്യത്തിൽ ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുക്കേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതാണല്ലോ നമ്മളുടെ ഒരു സ്പേസ് എന്നുള്ളത് കൊണ്ടും ഇവിടെ സ്റ്റോറികൾ ഇഷ്ടംപോലെ ഉണ്ട്. ഇവിടെ നമ്മൾ ഇടപെടേണ്ട വിഷയങ്ങളുണ്ട്. അത് ഒരു സാധ്യതയായിട്ട് എടുത്തിട്ട് മുന്നോട്ട് പോകണം. പിന്നെ ഈ പറഞ്ഞ പോലെ വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഭാഷാപരിമിതി ഉണ്ട്. അതിനെ മറികടക്കാൻ നമ്മളൊരു ബൈലിംഗൽ പ്ലാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ട്. ഡയസ്പോറ മലയാളിയുടെ ന്യൂ ജനറേഷനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി ഒരു പോഡ്കാസ്റ്റ് ആപ്പ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതും ബൈലിംഗലിലാവണം എന്ന് വിചാരിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള പ്ലാനുകളൊക്കെ ഉണ്ട്. താങ്ക് യു മനില, താങ്ക് യു സാജിദ. വന്ന എല്ലാവർക്കും നന്ദി. താങ്ക് യു. അനഘ, ഓവർ ടു. പുരോഗമന ചിന്തയും മലയാളം സോഷ്യൽ മീഡിയയും എന്ന വിഷയത്തിൽ പ്രമുഖ യൂട്യൂബർ ബിജു മോഹനും ഡോക്ടർ ഫാത്തിമ നിസാറുദ്ദീനും തമ്മിലുള്ള സംവാദം മാർച്ച് 27 നടക്കും. ആ ചർച്ചയിലും നിങ്ങളുടെ സജീവ പങ്കാളിത്തം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു എവരിവൺ.